ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയിൽ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഒരു കമൻറ്റ് ഒന്ന് രണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വലിയ സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചില്ല. അനീഷ് ഏട്ടൻ്റെ ഡിവോഴ്സ് ആയിരുന്നല്ലോ. പുള്ളി ഡിവോഴ്സ് ചെയ്തിട്ട് കുറേ 3-4 വർഷമായി. അപ്പം 3-4 വർഷത്തിന് മുമ്പ് പുള്ളി ഡിവോഴ്സ് ചെയ്ത ആ ഒരു അന്ന് പരാതി കൊടുത്ത FIRന്റെ കോപ്പി എടുത്തുകൊണ്ട് വന്ന് കുറേ യൂട്യൂബേഴ്സ് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നു. ഞാൻ അതിനൊക്കെ പറയുന്നത് വെറും തെണ്ടിത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റൂ. വെറും തെണ്ടിത്തരം, ശുദ്ധ തെണ്ടിത്തരം. പിന്നെ അയാൾ ഇനി ഒരാഴ്ചയുള്ളൂ പുറത്ത്. അയാൾ വർഷങ്ങൾക്ക് മുൻപ് ഡിവോഴ്സ് ചെയ്ത മനുഷ്യനാണ്. ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് ആസ് ആൻ അഡ്വക്കേറ്റ്, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. നമ്മൾ ഡിവോഴ്സ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് കോടതിയിലാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണമെങ്കിൽ ആ കേസ് കൊടുക്കുന്ന സമയത്ത് അവർ സത്യമാണ് പറയണമെന്നില്ല. എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് ആണും പെണ്ണും വരാറുണ്ട്. അപ്പം നമ്മൾ വക്കീലന്മാർ പറഞ്ഞു കൊടുക്കും, അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കാൻ പറയും. ഇതൊന്നും സത്യമാവണമെന്നില്ല. പിന്നെ അങ്ങനെ ഒരു FIR ഇപ്പോൾ ആർക്കും കിട്ടത്തുമില്ല. പണ്ട് കൊടുത്തിരുന്ന FIRന്റെ കോപ്പി ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഒന്നും അന്നത്തെ FIRന്റെ കോപ്പിയൊന്നും കിട്ടത്തില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം അതൊരു ഡിവോഴ്സൊക്കെ ആയി പോയി കേസാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊരു തെണ്ടിത്തരമാണ്. ഒരാളിൻ്റെ പേഴ്സണൽ ലൈഫും അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ എടുത്തു വന്നിട്ട് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞാണ് ഭാര്യനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ ഭാര്യനെ വേണ്ടെന്ന് വെച്ചു എന്ന്. ഇടേ സൗന്ദര്യം കുറവാണ് തിരിച്ചു ചിലപ്പോൾ കേട്ടോ. സൗന്ദര്യം കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഭാര്യനെ ആർക്കും ഉപേക്ഷിക്കാൻ പറ്റൂല. ആദ്യം അത് മനസ്സിലാക്കുക. ഒരു ഡിവോഴ്സും ആരും ഒരു ഗ്രൗണ്ടും ഇല്ല. അങ്ങനെ ഒരു ഗ്രൗണ്ട് ഇല്ല. സൗന്ദര്യം കുറവായതുകൊണ്ട് ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് ഇല്ല. ഓക്കെ, അത് ഫസ്റ്റ്. അപ്പം പിന്നെ ഇങ്ങനെ ഒരു അലിഗേഷൻ നിങ്ങൾ ഈ പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അയാൾക്ക് നിയമപരമായിട്ട് അയാൾക്ക് കോടതിയെ സമീപിക്കാം. നിങ്ങൾക്കെതിരെ ഡിഫോമേഷന് കേസ് എടുക്കാം. അയാൾക്ക് മാനനഷ്ടത്തിന് അയാൾക്ക് കേസ് കൊടുക്കാം. കാരണം അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഡിവോഴ്സ് ആയിട്ട് ഒരു മനുഷ്യനാണ്. ഇപ്പം ഈ 90 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്കെതിരെ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അയാളെ സമൂഹത്തിൽ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു ലീഗലായിട്ട് ഡിവോഴ്സ് ചെയ്ത ഒരു സ്ത്രീക്ക് പിന്നെ പറയാൻ പോലും അവകാശമില്ല. ലീഗലായിട്ട് ഡിവോഴ്സ്ഡ് ആയ ഒരു വ്യക്തിക്ക് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച്, അത് ആണായാലും പെണ്ണായാലും, പിന്നെ ഒരു കാര്യവും സമൂഹത്തിൽ സൊസൈറ്റിയിൽ വന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ അവർക്കെതിരെ കേസിന് പോകാം. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അങ്ങനെ നിയമ സംരക്ഷണമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊരു തമാശയല്ല. വെറുതെ വിവരമില്ലാത്ത വെറും ഒരു വിവരവും ബോധമില്ലാത്ത കുറച്ച് യൂട്യൂബർമാരുണ്ടല്ലോ എന്നറിയാം. യൂട്യൂബർമാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആണ് സോഷ്യൽ മീഡിയ. 10 ഫോളോവേഴ്സും കുറച്ച് പിന്താങ്ങാൻ കുറച്ച് വിവരമില്ലാത്ത കുറേ ആൾക്കാരും ഉണ്ടാകുമ്പോൾ എന്തും ഒരു വ്യക്തിയെക്കുറിച്ച്, ഇതിപ്പോൾ ആണായിട്ട് നാളെ അനുമോളെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്തും പറയാനുള്ള ലൈസൻസ് ഉള്ള കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാമെന്ന് വിചാരിക്കല്ലേ. ഇത് നിയമവ്യവസ്ഥയുള്ള നാടാണ്. നാളെ നിങ്ങളെല്ലാം കയറും തൂങ്ങും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്നതുള്ളതാണ്. അയാൾ ഡിവോഴ്സ് കൊടുത്തിരിക്കുന്ന ഒരാളല്ല. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഡിവോഴ്സ് ആയിപ്പോയി. ആ സ്ത്രീക്ക് പോലും വന്നത് എന്നെ അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം അത് ഡിവോഴ്സ് അവർ രണ്ട് വഴിക്കായിപ്പോയി. അവർ രണ്ട് വഴിക്കായി, 2 വ്യത്യസ്തമായ വ്യക്തികളാണ്. അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബാധ്യതയുമില്ല. കുഞ്ഞു കുട്ടികളില്ല, ഒരാൾ പോലും ഇല്ല. അവർ വിവാഹം കഴിച്ചു, അവരുടെ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു. രണ്ടുപേരുടെയും ജീവിതത്തിൽ പൊരുത്തക്കേടുകളുണ്ടായി. അവർ പോയി അവരവരുടെ പാട് തിരക്കി നിയമപരമായിട്ട് അവർ സെപ്പറേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വലിച്ചിരിക്കുന്നു? ഒരു മനുഷ്യൻ അയാൾക്ക് കപ്പ് കിട്ടാതിരിക്കുക, പക്ഷേ ഈ അൺനെസസറി ആയിട്ടുള്ള മാറ്റേഴ്സ് വലിച്ചിടാതിരിക്കുക. അതെന്തിൻ്റെ പേരിലായാലും. ഇപ്പം അനിമോളുടെ ഇഷ്യൂ ആണെങ്കിൽ അനിമോളെ കുറിച്ച് മറ്റുള്ള ആൾക്കാർ എന്തെല്ലാം പറയുന്നല്ലേ. നമ്മൾ തന്നെ വീഡിയോയിൽ കാണുന്നു, അനിമോൾ തന്നെ ലൈവിൽ വന്ന് പറയുന്നു അവൻ എന്നെ ചതിച്ചിട്ട് പോയി. ഞാൻ അപ്പോഴും വീഡിയോ ഇട്ടു, അങ്ങനെ ഒരുത്തൻ ചതിച്ചിട്ട് പോയെന്ന് ഒരു പെൺകുട്ടിയാണ് വന്ന് പറഞ്ഞത്. എന്നെ അവൻ ചതിച്ചതാണ്, അവൻ്റെ കാരണം എൻ്റെ ജീവിതം നശിച്ചതാണ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ വെറുതെ പ്രണയിച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതമൊന്നും നശിക്കില്ല. അപ്പോൾ അതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവൾക്ക് എപ്പോഴും കോടതിയെയും നിയമത്തിലെയും ഒക്കെ സംരക്ഷണം കിട്ടുന്ന ഒരു കാര്യമാണ്. അവൾക്ക് പരാതിപ്പെടാം, അവൾക്ക് അതിന് കേസിന് എന്തെല്ലാം ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ അത് ഒരു വ്യക്തിയുടെ ഒരു അവകാശമാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വിവാഹിതനാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, അയാൾ ലീഗലി നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയ ആളാണ്. അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷനും ഇല്ല. വർഷങ്ങൾക്ക് മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തിയ ആൾക്കാരാണ്. അവരുടെ ഒരു പഴയ FIR എന്ത് കള്ളത്തരമാണ്, എന്ത് തെണ്ടിത്തരമാണ്, എന്ത് ചെറ്റത്തരമാണ്. അവരുടെ FIRക്ക് ഇപ്പം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അത് തന്നെ വാല്യൂ ഇല്ല. അങ്ങനെ ഒരു FIR കൊണ്ടുവന്നാൽ തന്നെ അങ്ങനെ ഒരു സംഭവം ആരാണ് കൊണ്ടുവന്ന് വെച്ചാൽ അവരെ കണ്ട്
കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകളുണ്ട്. അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനീഷ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്കെതിരെ, അവർക്കെതിരെ, ആ ഒരു ഏത് യൂട്യൂബർ ആയാലും ആ യൂട്യൂബർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. കാരണം ആ ഒരു ബന്ധം ഇപ്പോൾ നിലവിലില്ല, വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പേരിൽ അയാളെ ക്രൂശിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അയാൾക്ക് അങ്ങനെ ഒരാൾ ക്രൂശിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തുകൊണ്ട് അതിനെ നിയമ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ വളരെ തെണ്ടിത്തരമായ കാര്യമാണ്. പിന്നെ ഇത് അസത്യവുമാണ്. ആരുടെയോ ഒരു FIR, ഏതോ ഒരു വ്യക്തികളുടെ FIR പോലൊരു കോപ്പി എടുത്ത് അത് ചുമ്മാ സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. എന്തൊരു മര്യാദകളാണ്, എന്തൊരു മര്യാദകളാണ്. ഇന്നിപ്പോൾ എല്ലാം എഡിറ്റിംഗ് ആണ്. പേര് മാറ്റാൻ പറ്റും. ഇന്നിപ്പോൾ എല്ലാം മാറ്റുന്ന കാലഘട്ടമാണ്. ഒരാളുടെ വേറൊരാളുടെ പേര് വെച്ചിട്ട് പേര് മാറ്റാൻ പറ്റും, അഡ്രസ്സ് മാറ്റാൻ പറ്റും, എല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു FIR കൊണ്ടുവന്ന് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ട് വിഴുപ്പലക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ചെറുതല്ല, വലുതാണ് എന്ന് മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്ന. ആരെങ്കിലും എൻ്റെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ, ഞാനൊരു അഡ്വക്കേറ്റാണ്. 11 വർഷമായിട്ട് ക്രിമിനൽ വക്കീലായിട്ടും ഫാമിലി കോടതിയിലായാലും എല്ലാം പ്രോപ്പർട്ടി കേസുകൾ, ഫാമിലി കോടതി, അതുപോലെ ക്രിമിനൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ്, ഒരു ഇൻഡിപെൻഡന്റ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ആര് ചെയ്താലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഓപ്ഷൻ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും എന്ത് തെണ്ടിത്തരവും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവുന്ന കാര്യമില്ല. ഒരു പുരുഷനെതിരെ ചെയ്തു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതേ കണക്കുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതേ കണക്കുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതിനെതിരെ അവർക്ക് ഈ ആരാണോ അതിൻ്റെ വ്യക്തി, അതിപ്പോൾ അനിമോളായാലും അനീഷായാലും ആരായാലും അവർക്ക് നിയമത്തിൽ അവർക്ക് സംരക്ഷണമുണ്ട്. അവർക്ക് നിയമ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രമുള്ള തെണ്ടിത്തരം, വിവരക്കേടും വൃത്തികേടും കാണിക്കാതിരിക്കുക. ഒരാൾ ഗെയിം കളിച്ച് അയാൾ ജയിക്കാതിരിക്കുക. ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു, പിന്നെ അയാൾ മാറിപ്പോണു എന്നുള്ള കാര്യമാണ്. അയാൾ സ്നേഹം പറഞ്ഞിട്ട് മാറിപ്പോയതൊന്നുമല്ല, അയാൾ ഭയന്ന്, അയാൾ ടെൻഷൻ, അയാൾ ഇന്ന് പുറത്തു പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അയാൾ പുറത്ത് പോകുന്ന പറഞ്ഞു കഴിഞ്ഞു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അനിമോൾക്ക് പിന്നീട് ഭാവിയിൽ ഫോൺ കിട്ടുമ്പോൾ, അനിമോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയാം, ഭാവിയിൽ ഫോൺ കിട്ടുമ്പോൾ പുറത്തിറങ്ങി വരുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമല്ലെന്നല്ല, ഇല്ലെങ്കിൽ അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തില്ല, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അനിമോള് പോ ചേട്ടാ, എഴുന്നേറ്റ് പോ ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞ്, പ്രാരാബ്ദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നോ ആയി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അയ്യോ പോ ചേട്ടാ, പ്രാങ്ക് അല്ലെന്ന് ചോദിച്ചിട്ട് പോ ചേട്ടാ, അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ 2 വർഷത്തെ വിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നോയാണ്. പിന്നെ എന്തിനാണ് ഒരു പെണ്ണിൻ്റെ വായിൽ നിന്ന് നോ കേൾക്കാൻ നിൽക്കുന്നത്? അപ്പൊ അതുകൊണ്ട് സൗന്ദര്യം കുറഞ്ഞ പെണ്ണിനെ സൗന്ദര്യം കുറഞ്ഞ പെണ്ണാണെന്നും പറഞ്ഞിട്ട് ആദ്യ ഭാര്യയെ ഒഴിവാക്കിയ ഒരു വ്യക്തി പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളിനെ കല്യാണം, ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ മുഖത്ത് ഒരു സാധനം ഇട്ടിട്ടില്ല. ഈ ലിപ്സ്റ്റിക്ക് മാത്രം തേച്ചിട്ടുണ്ട്, കണ്ണിൽ ഒത്തിരി കരിയും വരച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഈ വാരിയുള്ള, എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് മേക്കപ്പ് അറിയത്തില്ല. ഇതെന്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ ഉള്ള എൻ്റെ കളറാണ്. പുട്ടിയും ഇട്ടിട്ടില്ല, ഒരു ഫൗണ്ടേഷനും ഇട്ടിട്ടില്ല, ഒരു സാധനങ്ങളും ഇടാതെ വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയാം, ലിപ്സ്റ്റിക് ഇടാതെ എനിക്ക് ജീവിക്കാനും പറ്റൂല. അപ്പം ഇങ്ങനെ കുറെ വാരി തേച്ച് ഭയങ്കര സൗന്ദര്യം കാണിക്കുന്നതല്ല മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും പ്രധാനം. നമുക്ക് കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് കുറച്ച് ആകൃതികൾ, ഭംഗി, ശരീര വടിവുണ്ടെന്ന് വിചാരിച്ചോ നമ്മൾ നാളെ വീണ് പോകുന്ന മനുഷ്യരാണ്, നമ്മൾ പുഴുവായി പോകുന്ന മനുഷ്യരാണ്. അത് ചിന്തിക്കുക. അല്ലാണ്ട് ആരുടെയും സൗന്ദര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. അനിമോളുടെ ഭയങ്കര സെലിബ്രിറ്റി സൗന്ദര്യം. അനിമോൾക്ക് എന്ത് സൗന്ദര്യമാണുള്ളത്? അനിമോൾ ഇങ്ങനെ ഇരുന്നൊരു കൊച്ചാണ്. ഇപ്പോഴാണ് അത് കുറച്ച് ഷേപ്പൊക്കെ ആയി ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വണ്ണമുള്ളവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അങ്ങനെയാണ്. അല്ലാണ്ട് അനിമോൾ ഭയങ്കര ട്രീറ്റ്മെന്റ് ചെയ്ത് കണ്ണിന് പിരികം പീലി വെച്ചിരിക്കുന്നു, പിന്നെ മൈക്രോബ്ലേഡ് ചെയ്തിരിക്കുന്നു, ഫില്ലർ ചെയ്തിരിക്കുന്നു, പല്ല് അനിമോൾ തന്നെ പറഞ്ഞ് 2 ലക്ഷം 3 ലക്ഷം കണ്ട് കൊടുത്ത് പല്ല് വൃത്തിയാക്കുന്നു. അപ്പൊ ഇതേ കണക്കുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ചെയ്ത ഏത് ആൾക്കാർക്കും എത്ര ഭംഗി, കാണാൻ ഭംഗി തോന്നാത്ത ആൾക്കാർക്ക് സൗന്ദര്യം ഉണ്ടാക്കാം. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സൗന്ദര്യം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കണ്ടുകൊണ്ട് ആരും ഭയങ്കര സൗന്ദര്യവതിയാണെന്നോ സൗന്ദര്യവാനാണോ ഒന്നും പറയണ്ട. നമ്മൾ നാളെ ഏത് അവസ്ഥയാണ് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. പിന്നെ സുന്ദരി അല്ലാത്തതുകൊണ്ടൊരു പെണ്ണിനെ കളഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള FIR ഒക്കെ കൊണ്ടുവരുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയാൻ പറ്റും. അത് വിശ്വസിക്കേണ്ട, അത് സത്യമല്ല. കാരണം ഞാനൊരു അഡ്വക്കേറ്റാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞു. അങ്ങനെ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിൽ ആ FIR പോലീസ് സ്റ്റേഷനിൽ എടുക്കാനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാറ്റാൻ പറ്റും. കാണുന്നവർക്കൊന്നും പോയിട്ട് എടുക്കാൻ പറ്റില്ല. FIR ഒന്നും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി എടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് അന്ന് FIR എടുത്ത് അത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസാക്കും, അല്ലെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. അത് FIR ഇട്ടു എന്ന് വിചാരിച്ചു
വിചാരിച്ചിട്ട് കേസ് ആക്കണമെന്നുമില്ല. FIR ഇട്ടിട്ട് കേസ് ആക്കണമെങ്കിൽ അത് കോടതിയിലേക്ക് രജിസ്റ്റർ ചെയ്യണം, ചാർജ് ചെയ്യണം, കേസ് ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കള്ളത്തരമാണ്, വെറുതെ ആവശ്യമില്ലാതെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന വെറും തെണ്ടിത്തരമാണെന്നേ പറയാൻ പറ്റൂ. പിന്നെ അതേ കണക്ക് ഈ ഒരു ലീഗലായിട്ട് നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തിയ ആൾക്കാർക്ക് വീണ്ടും ഒരു അലിഗേഷൻ ഉണ്ടാക്കാനോ അവരെക്കുറിച്ച് പറയാനോ യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. അവർക്കെതിരെ നിയമ നടപടി ഈ ആരാണോ ഇതിനനുഭവിക്കുന്നത് വിക്റ്റിമായിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചു വരുമ്പോൾ, അനീഷേട്ടനെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇന്ന് എല്ലാ നിയമ സാധ്യതയുമുണ്ട്. വകുപ്പുകളല്ല, എല്ലാ നിയമ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊന്നും വിശ്വസിക്കേണ്ട എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. കാരണം എനിക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നു എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ എൻ്റെ ഇൻബോക്സിൽ അഡ്വക്കേറ്റ് അനഘയാണ് എൻ്റെ ഇൻബോക്സ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇൻബോക്സിലേക്ക് മെസ്സേജ് വന്നു. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടായാലും വീണ്ടും ഞാനത് എന്താണ് വീഡിയോ ഇടാൻ വന്നത് ഗൈസ്. അപ്പോൾ ഓക്കെ, ആരും ടെൻഷനൊന്നും ആവണ്ട. ഇപ്പോൾ അനുമോളായാലും അനീഷായാലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കട്ടെ. പക്ഷേ ഇതേണക്ക് മോശമായിട്ടുള്ള തെണ്ടിത്തരം കൊണ്ടുള്ള ഡീഗ്രേഡ് ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇനി ഞാൻ വലിച്ചെറിയൊട്ടിക്കും. ഇപ്പം ഞാൻ ഇതുവരെ സമാധാനമായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇനി ഞാൻ വലിച്ചെറി ഞാൻ വിത്തിയിലൊട്ടിക്കും. ആരായാലും അത് ഏത് വലിയ കൊലക്കൊമ്പൻ യൂട്യൂബർ ആയാലും ശരി. ഓക്കെ.